ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കണോ? അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ കറിയുമായിട്ടാണ്. നമുക്ക് ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ, എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് അമ്മയും മേവന്മാരും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. വളരെ സിമ്പിളായിട്ട്, വലിയ സ്പൈസ് ഒന്നുമില്ലാതെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാവം കറിയാണ്. അപ്പം ചെറുപരിപ്പ് തുളിച്ചത് എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചെറുപരിപ്പും വളരെ കുറച്ച് ഒരു പിടി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചപ്പാത്തിനൊപ്പം സൂപ്പർ ടേസ്റ്റാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇതിൽ വരെ നമ്മൾ മസാലകളോ പൊടികളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിലാകെ വരുന്ന എരിവ് പച്ചമുളകിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ എരിവ് കുറച്ച് മേലെ നിന്നാലേ ആ ടേസ്റ്റ് വരുള്ളൂ കറക്റ്റായിട്ട്. അപ്പോൾ എരിവ് കുറച്ചൊന്ന് മേലെ നിൽക്കാനും കുറച്ച് ഉപ്പും മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ബാലൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ നോക്കൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറുപരിപ്പ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ, ഒരു പിടി ഏകദേശം ഒരു 1/4 കപ്പ്, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ മതി കറി. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് ചെറുപരിപ്പ് നന്നായി കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്, 1/4 വേവോളം ആയിട്ടുണ്ട് അപ്പോൾ ആക്ച്വലി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്, ഞാൻ ഒരു പിടി ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് തൊലിയൊക്കെ മാറ്റി തൊലിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി. ഇത് കുറച്ച് എരിവോട്, കാരണം നമ്മൾ വേറെ മസാലകളോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന കറിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് സ്പൈസിയോടെ കഴിക്കാനാണ് ഇത് കുറച്ച് ടേസ്റ്റുള്ളൊരു എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഭയങ്കര ഒട്ടും ഒരു ഫ്ലേവറും ഇല്ലാത്തൊരു കറിയായിപ്പോൾ. അതുകൊണ്ട് ആ പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് അതിൽ ആ ഒരു ഫ്ലേവർ തരുന്നത്. അപ്പം ഞാൻ ആ ചെറിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കാണിച്ചു തരാം അളവ് എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, ഒരു പിടി ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വലിയ പച്ചമുളകാണ്, ഒട്ടും എരിവില്ലാത്ത പച്ചമുളകാണ്. ആണ് ഏകദേശം ഒരു 4-5 എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇനി ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞ് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അരിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ചെറുപരിപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇത് ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് പെട്ടെന്ന് വേവെന്നറിയാലോ. അതിന് ശേഷം നമുക്ക് കറി ഓഫ് ചെയ്തിട്ട് ബാക്കി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതെൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അമ്മമ്മയുടെ ഫേവറേറ്റ് റെസിപ്പിയാണ്. അമ്മമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പം അത് അമ്മ ഫോളോ ചെയ്യുന്നു, മേമന്മാർ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ നോക്കൂ. വളരെ എളുപ്പപ്പണിക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. വലിയ സ്പൈസി ആയിട്ടുള്ള കറിയൊന്നും വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചെറുപരിപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചട്ടിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ചട്ടിയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഇപ്പോൾ ഏത് പാനിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കറി. ഓക്കെ, വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് എരിവ് മേലെ നിൽക്കേണ്ട കറിയാണ്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ, അത്രയും മതി. ഉപ്പും കൂടെ ആഡ് ചെയ്യണം, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ നോക്കിയിട്ട് കുറച്ചുകൂടെ ഒന്ന് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഇതൊന്ന് റെഡിയായ ശേഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മുടെ കറി നല്ലോണം തിളച്ചു. പച്ചമുളകും ചെറിയ ഉള്ളിയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കറി നല്ലത് തിക്കായി. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. തീ ഓഫ് ചെയ്തിട്ട് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. ഒന്ന് കീറിയിട്ട് കറിവേപ്പില നല്ല ഫ്ലേവർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 10 ഇല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് താഴ്ത്തി കൊടുക്കാം. കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലേവർ നല്ലോണം വരണം. അപ്പോൾ കറിവേപ്പില ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് വെളിച്ചെണ്ണയാണ്. ഏകദേശം 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ കേട്ടോ, ഇത് താളിക്കൊന്നുമില്ല ഈ കറി. കുഞ്ഞു ടീസ്പൂൺ ആയതുകൊണ്ടാണ് നിറയെ പ്രാവശ്യം ഒഴിക്കുന്നത്. അപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ചപ്പാത്തിനൊപ്പം സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, പച്ചമുളകിൻ്റെ എരിവ് ഒന്ന് മേലേക്ക് നിന്നാലേ ഈ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ ഉള്ളി നിറയെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.